അപ്പോ ഏതായാലും ബാല്യസ്പൃശാചി വപുഷ, ബാലഭാവത്തോടെയുള്ള വപുഷമാണ്. വപുഷം എന്ന് പറഞ്ഞാൽ ശരീരം. ആ വപുസ്, ആ കുട്ടിയുടെ ശരീരം എന്ന് പറഞ്ഞാൽ തികഞ്ഞ ബാലഭാവമാണ്. ദൈവത്തിൻ്റെ പുത്രനാണെന്നൊക്കെ പറഞ്ഞു. പ്രകൃതിയും എല്ലാ ചരാചരങ്ങളും അദ്ദേഹത്തിൻ്റെ ജനനത്തെ വല്ലാതെ അങ്ങ് പുകഴ്ത്തി അത് ആസ്വദിച്ചു. എല്ലായിടത്തും ഇങ്ങനെ വിവരങ്ങൾ അറിഞ്ഞു. ദേവന്മാർ നൃത്തം തുടങ്ങി, ഋഷിമാർ നൃത്തം ചെയ്യാൻ തുടങ്ങി, യോഗിവര്യന്മാർ നൃത്തം ചെയ്യാൻ തുടങ്ങി. എല്ലായിടത്തും പ്രകൃതിയും ചരാചരങ്ങളും ഒത്തൊരുമിച്ച് ഐക്യകണ്ഠേന എന്ന് പറഞ്ഞു നോക്കൂ, ഐക്യകണ്ഠേന നൃത്തം ചെയ്തെങ്ങനെ ഭഗവാന്റെ ജന്മത്തെ ആസ്വദിച്ചു. പക്ഷേ ആ ഭഗവാൻ സാധാരണ കുട്ടി ജനിക്കുന്ന പോലെ ബാലഭാവത്തിലായിരുന്നു. കുഞ്ഞ് അതായിരുന്നു. ബാല്യസ്പൃശാഹി വപുഷ ദധുഷ വിഭൂതി. ദധുഷ എന്ന് വെച്ചാൽ ദധ്യം ചെയ്ത്, അതായത് ധരിക്കുക എന്നാണ്. ബാലഭാവം ധരിച്ചിരിക്കുന്ന ആ ഭഗവാൻ ശരീരം വിഭൂതി, ഐശ്വര്യപൂർണമായിരുന്നു. ഏതൊരു കുട്ടിയെ കണ്ടാലും ഐശ്വര്യമാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ആ മറ്റൊരു കുട്ടിക്കില്ലാത്ത എന്തോ ഒരു അപ്രമേയമായിട്ടുള്ള എന്തോ അദ്ദേഹത്തിനുണ്ടോ, അദൃശ്യമായിട്ടുള്ള ഏതോ കഴിവുകളുള്ള കുട്ടിയാണ് എന്ന് ചില കുട്ടികൾ ജനിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. കുട്ടിയുടെ കിടപ്പ്, അദ്ദേഹത്തെ അതിൻ്റെ ഏത് രീതിയിൽ കിടക്കുന്നു, ചരിഞ്ഞ് കിടക്കുന്നോ കവന്ന് കിടക്കുന്നോ, അതിന് ശാസ്ത്രമുണ്ട്. ഈ ജ്യോതിശാസ്ത്രത്തിൽ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇത് എങ്ങനെയാണ് തലവെറിച്ചുവോ അല്ലെങ്കിൽ തലവെച്ചോ അല്ലെങ്കിൽ ബോൺ ബിഫോർ ഫാദർ ആയിട്ട് തീരുവോ എന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഭഗവാന്റെ രൂപം എന്ന് പറഞ്ഞാൽ ബാലഭാവമാണെങ്കിലും വളരെ ഇങ്ങനെ വിഭൂതിയാണ്, വളരെ ഐശ്വര്യമാണ്. ചിരിച്ച് കളിച്ച് കൈകാലൊക്കെ ഇട്ടിട്ടിങ്ങനെ കടകടാന്നിങ്ങനെ ചിരിച്ചുകൊണ്ടുള്ള ഒരു അവസ്ഥയാണ് ആ കുട്ടിയെ. അതുകൊണ്ടാണ് അമ്മയ്ക്ക് മാത്രമല്ല മറ്റാർക്കുമേ ചെന്നെടുത്ത് ഉമ്മ വയ്ക്കാൻ തോന്നുമെന്നാണ്. ഇപ്പം നിങ്ങൾ പിള്ളച്ചേട്ടനൊക്കെ ആ കുട്ടിയെ കണ്ടെങ്കിൽ പിള്ളച്ചേട്ടൻ ചെന്നിട്ട് ആ കുട്ടിയെ വാരിയെടുത്ത് ഉമ്മ വയ്ക്കും. സ്വന്തം കുട്ടികളെ ചിലപ്പോൾ ഉമ്മ വച്ച് കാണില്ല. ഇവിടെ പിള്ളച്ചേട്ടൻ ഭഗവാൻ കൃഷ്ണ എടുത്ത് ഉമ്മ വയ്ക്കും. അപ്പോൾ അത്രയ്ക്ക് സൗന്ദര്യം ഉണ്ടായിരുന്നു എന്നാണ്. അത്രയ്ക്ക് സൗന്ദര്യം ഉണ്ടായിരുന്നു. പിന്നെയോ എന്തൊരു വിഭൂതി ഉദ്യൽ കിരീട കടകാങ്കടഹാര ഭാഷ. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയാണ് ഈ രൂപം നമ്മൾ കണ്ടു? കേയൂരാങ്കരകങ്കണം എന്നും പറഞ്ഞിട്ട് സൂര്യസ്പർദ്ധി കിരീടത്തിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. കേയൂരാങ്കൻ, ആ രൂപം, ആ സ്റ്റാൻസ് ഒന്നിവിടെ ഓർത്തു നോക്കിയാൽ മതി. ഒന്നാമത്തെ സൂര്യസ്പർദ്ധി അല്ലേ? രണ്ടാമത്തെ രണ്ടാം ദശം തുടങ്ങുന്നത് സൂര്യസ്പർദ്ധി വെച്ചിട്ടാണ്. ഒന്ന് വായിച്ചേക്കാന്ന് കേട്ടോളൂ. കേയൂരാങ്കര കങ്കണോത്തമഘോരത്നാങ്കുലിയാങ്കിര ശ്രീമദ്ബാകുചതുഷ്കര സങ്കരഗദ ശംഖാരി വങ്കേരുകാം കാഞ്ചിൽ കാഞ്ചന കാഞ്ചന കാഞ്ചിലാഞ്ചിതലസിൽ പീതാംബരാലംബിനി ആലംബേ വിമലാംബുജദ്വിരിപരാം മൂർത്തിം തവാർത്തിച്ഛിതം. ആ ശ്ലോകത്തിൻ്റെ അതേ ചുരുക്കിയുള്ളൊരു പ്രസ്താവനയാണ് ഈ ശ്ലോകത്തിൽ. അപ്പോൾ വേണമെങ്കിൽ അവിടെ നിങ്ങൾ മാർക്ക് ചെയ്തോളൂ. രണ്ടാമത്തെ 2 കേയൂരാംഗതം തുടങ്ങുന്ന ആ സ്റ്റാൻസ് തന്നെ ഒന്ന് ഇവിടെ ചുരുക്കി പറയാണ്. എന്താ അപ്പോൾ ബാല്യസ്പൃശാവിഭൂതി ഉജ്ജൽ കിരീട കടകാങ്കടകാര ഭാഷ. എന്തൊക്കെയാണ്? ഭാസമാണ് ആ ശരീരം, പ്രകാശിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ആ പ്രകാശത്തിന് മാറ്റുകൂട്ടുന്ന ചില പ്രത്യേകതകൾ ആ ശരീരത്തിലുണ്ട്. ആ ബേബിക്കുണ്ട്. എന്തൊക്കെയാണുള്ളത് നോക്കാം നമുക്ക്. കിരീടം, ഉദ്യൽ കിരീടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉദ്യൽ കിരീട കടകം അങ്കദം എന്നൊക്കെയാണ്. ഇത് ഓരോന്ന് നിങ്ങൾക്കറിയാം. ഉത്ഭവിച്ചിരിക്കുന്ന ഉയർന്നു വെച്ചിരിക്കുന്ന കിരീടമുണ്ട്. കടകം, അതായത് കടകം എന്താണെന്ന് നിങ്ങളൊക്കെ ഇപ്പോൾ കടയിൽ പോയിട്ട് ഇങ്ങനെ വലിയ രീതിയിൽ വളയുണ്ടായിക്കൊണ്ട് വരും. അതിന് നിങ്ങൾ പറയുന്ന ഘടകം എന്നാണ് നിങ്ങൾ പറയാറ്. പക്ഷേ ശരി, കടകമാണത്. ഇത്തിരി ഗമയ്ക്ക് വേണ്ടി ഞാൻ പറവൂര് പോയി കഴിഞ്ഞപ്പോൾ സ്വർണ്ണക്കടയിൽ നിന്ന് 2 ഘടകവും വാങ്ങി. എന്തിനാത്? അതിന് ഗമയ്ക്ക് ഇങ്ങനെ ഘടകം, ഉൾഘടം എന്നൊക്കെ പറയുമ്പോൾ ഉള്ളൊരു ഇതുണ്ട്. പക്ഷേ ഘടകമാണത്, ഘടകമല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്വർണത്തിൻ്റെ കയ്യിൽ കാശുണ്ടെന്ന് കരുതി പോയി സ്വർണം മേടിച്ചിട്ട് ഞാൻ 3-4 ഘടകം വാങ്ങി എന്നിട്ട് സാഗരിച്ചു കൊണ്ട് കൊടുത്തു. അപ്പോൾ ഘടകമല്ലാതെ ഘടകമാണ് കേട്ടോ.
അപ്പോൾ അപ്പോൾ എന്തിരിക്കുന്നു? ഉദക്കിരീട കടകം അങ്കദമുണ്ട്. എന്താ അങ്കദം എന്ന് പറഞ്ഞാൽ തോൾവള. അപ്പോൾ ജനനപ്പിക്ക് തന്നെ ആ രൂപം നിൽക്കുകയാണ്. ആദ്യമായിട്ട് ഭഗവാൻ തൻ്റെ ശരിയായ രൂപം ആദ്യം കാണിക്കുന്നത് ഈ യശോദയ്ക്കും വസുദേവർക്കുമാണ്. അതാണ് എൻ്റെ പ്രത്യേകത പറഞ്ഞാൽ. ദേവയ്ക്കും വസുദേവയ്ക്കും പിന്നെ ദേവയ്ക്കും വസുദേവർക്കും. ഉദ്ദൽ കിരീട കടകാങ്കര ഹാരഭാസ. ഹാരഭാസ വനമാലയാണത്. വനമാല. അതിന് വനമാല എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് പുഷ്പങ്ങളുണ്ട്. പ്രത്യേക പുസ്തകം എല്ലാ പുഷ്പങ്ങളും ചേർക്കില്ല അതിനകത്ത്. അതുപോലെ പിച്ചി ഉണ്ടായിരിക്കുന്നത്, മന്ദാരം ഉണ്ടായിരിക്കും, മുല്ല ഉണ്ടായിരിക്കും, അശോകം ഉണ്ടായിരിക്കും, പവിഴമല്ലി ഉണ്ടാവും, പാരിജാതം ഉണ്ടാവും. അതാണ് ആ പാട്ട് പാടുമ്പോൾ ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകർത്തി ഉണ്ടോ? അവിടെ ആ പൂക്കളിലൊക്കെ നോക്കൂ. ചെത്തി, മന്ദാരം, തുളസി, പിച്ചകം. അതാ അതിൻ്റെ ഡെഫിനിഷനിൽ വനമാലയുടെ നിർവചനത്തിൽ നിന്ന് എടുത്തിട്ടാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത്. അത് അതേപോലെ തന്നെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുക. ഇവിടെ ഉദ്ദൽ കിരീടം, കടകം. കടകം സ്ഥാപനം പറഞ്ഞാൽ എന്താ പറഞ്ഞു? പിന്നെ കടകാങ്കര, പിന്നെ അങ്കരം ഉണ്ടായിട്ടുണ്ട്, അതായത് തോൾവളയാണ്. പിന്നെ ഹാരഭാസ പ്രകാശമാനമായിരിക്കുന്ന വനമാല. അപ്പം ഈ വനമാല എന്ന് പറയുന്നത് നമ്മൾ ആരും പിന്നീട് ചാർത്തിയതല്ല. ജനന സമയത്ത് തന്നെ അദ്ദേഹത്തിന് അതുണ്ടായിരുന്നു പറയേണ്ടി വരും. മാത്രമാണോ? ശംഖാരിവാരി ജഗദാപരിഭാസിതേന. ശംഖം, അതാണ് ശംഖം എന്താണെന്നറിയാം. ഭഗവാന്റെ കയ്യിൽ നോക്കിയറിയാം ശംഖുണ്ട്. പിന്നെ എന്താണ്? വാരിജമുണ്ട്, താമരയുണ്ട്, ഗദയുണ്ട്, പരിഭാസിതേന. ഇതൊക്കെ കൂടി ആ ശരീരത്തിൽ, ആ ബേബിയുടെ ശരീരത്തിൽ ശരിക്കും പൂർണ്ണമായ ശോഭ പ്രദാനം ചെയ്തു എന്നാണ്. ഇനിയോ മേഘാസിതേന. മേഘാസിതേന മേഘത്തിൻ്റെ നിറം, അതായത് ശ്യാമമേഘമേ. ആ ഗാനം കേട്ടാൽ മതി. ശ്യാമമേഘമാണതിന്. എവിടെയാണ് ഈ പാട്ടൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കുന്നതായിരിക്കും ചോദിക്കുക ഞങ്ങൾ. എന്നോട് പാട്ടിൻ്റെ കാര്യം തർക്കിക്കാനൊന്നും വരില്ല. ഓട്ടിച്ച് ഓടിക്കും ഞാൻ. പെരുമ്പാവൂരും കഴിഞ്ഞ് പോവും, നിൽക്കില്ല. ആരും വന്നോട്ടെ. അതൊക്കെ ഹൃദയസ്ഥമാക്കി വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് മറക്കാനും പോകുന്നില്ല. സന്ദർഭത്തിന് വെച്ചാൽ ആ പാട്ട് വരികയും ചെയ്യും. നിങ്ങൾക്ക് വരില്ല, അതാ പ്രത്യേകത. അപ്പോൾ നോക്കാം. മേഘാസിതേന പരിലസേത സ്തുതി ഗേഹേ. അങ്ങനെ ആ ഈറ്റില്ലം, സ്തുതി ഗേഹേ എന്ന് പറഞ്ഞാൽ ഈറ്റില്ല, അതായത് പ്രസവിച്ച ആ ഇല്ലത്ത് അല്ലെങ്കിൽ പ്രസവിച്ച ആ മുറിയിൽ പരിലസിച്ചു എന്നാണ്. അങ്ങ് ഈ കടകം, ഇതുപോലെ ആഭരണങ്ങൾ, വനമാല, ഇതേപോലുള്ള അതൊക്കെ ധരിച്ചുകൊണ്ട് ആ ഭൂമി, ആ ഈറ്റില്ലത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ പ്രസവ മുറിയിൽ അത് ജനിച്ചു എന്നാണ്. അവിടെ നമ്മൾ പതുക്കെ ഒന്ന് ഭാഗവത്തിലേക്ക് പോവാണ്. ഞാൻ വായിക്കുക ഭാഗം. 4 തൃക്കൈകളോടും അതിൽ ശംഖചക്ര ഗദാപത്മങ്ങൾ അണിഞ്ഞും വക്ഷസ്ഥലത്ത് ശോഭിക്കുന്ന കൗസ്തുഭം, ശ്രീവത്സം എന്നിവയോടും പീതാംബരം, നാനാഭരണങ്ങൾ ധരിച്ചു എന്നിവ ധരിച്ചുള്ള ഭഗവാന്റെ ദിവ്യ സ്വരൂപം കണ്ട് വസുദേവൻ അത്യധികം വിസ്മിതനായി തീർന്നു. അപ്പോൾ ആദ്യമായിട്ട് ഭഗവാന്റെ രൂപം കാണിക്കുന്നത് ദേവകിക്കും വസുദേവർക്കുമാണ്. അപ്പോൾ വസുദേവർക്ക് ഇത് കണ്ടപ്പം തന്നെ മനസ്സിലായി എന്താണ് ഇതിന് കാരണം. കാരണം ഇവിടെ ഇതിൽ വിശദീകരിക്കുന്നത് എന്താ ഇതിന് കാരണം എന്നുള്ളത്. അത്യധികം വിസ്മിതനായെത്തും. സാക്ഷാൽ ഭഗവാൻ തന്നെ തൻ്റെ പുത്രനായി ജനിച്ചിരിക്കുന്നതായി അറിഞ്ഞ വസുദേവർ അത്യധികം ആനന്ദഭരിതനായി തീർന്നു. അദ്ദേഹം ബ്രാഹ്മണർക്ക് 10,000 പശുക്കളെ നേർന്നു. സദീപ്തി കൊണ്ട് സ്തുതിഗൃഹത്തെ പ്രകാശിപ്പിക്കുന്ന ഭഗവാനെ കൈകൂപ്പിക്കൊണ്ട് ഇപ്രകാരം സ്തുതിച്ചു. അപ്പോൾ അതൊന്നും ഇവിടില്ല, നമ്മുടെ നാരായണീയത്തിൽ അതില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, ആ ജനനം ഉണ്ടായിക്കഴിഞ്ഞ് ഭഗവാനെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ വസുദേവർ, അതായത് അച്ഛൻ, ആ കുട്ടിയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്താണ്? വസുദേവ സ്തുതിച്ചു. കേവലാനന്ദ സ്വരൂപനും സർവബുദ്ധി വൃത്തികളുടെയും സാക്ഷിയും പ്രകൃതിയിൽ നിന്നും പരനും ചിൽപുരുഷനുമായ നിന്തിരുവടിയെ ഞാൻ ഇങ്ങനെയാണ് നഗ്നനേത്രങ്ങൾ കൊണ്ട് ദർശിക്കുന്നത്. കുട്ടിയോട് പറയാണ്, എൻ്റെ നഗ്നനേത്രം കൊണ്ട് നിന്നെ കാണാനൊക്കില്ല. കാരണം ദിവ്യമായ രൂപമാണ് നമുക്ക്. അത് കാണുവാനുള്ള ആ ഒരു അർഹത എൻ്റെ നേത്രങ്ങൾക്കില്ല എന്നാണ്. വേറെയായിരിക്കുന്ന മഹത്വം മുതലായവ യോജിപ്പിച്ച് വിരാടാകുന്ന ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഒരു ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇവിടെ. എൻ്റെ വീട്ടിലേക്ക് ഒരു ലോകത്തെ മുഴുവനും കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ജന്മത്തിലൂടെ. ഇന്നാണ് അങ്ങനെ ഒരുപാട് വിശദീകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ
പറഞ്ഞ ത്രിലോകങ്ങളെ സംരക്ഷിക്കുന്നതാണങ്ങ്. സ്വഭാവം കൊണ്ട് ശുക്ലവർണ്ണത്തോടു കൂടിയതാണ്. സത്വഗുണ പ്രധാനമായ മൂർത്തിയാണങ്ങ്. സൃഷ്ടിക്ക് വേണ്ടി രക്തവർണ്ണത്തോടു കൂടിയതും രജോ ഗുണാത്മകമായ സ്വരൂപത്തെയും സംഹരിക്കാൻ വേണ്ടി തമോ ഗുണാത്മകവും കൃഷ്ണവർണ്ണത്തോടു കൂടിയതുമായ രൂപത്തെയും സൃഷ്ടിക്കുന്നു എന്നാണ്. അപ്പോൾ കൃഷ്ണൻ എന്ന വാക്കിൻ്റെ അർത്ഥം അത് ഗർഗമുനി, അതായിട്ടില്ല പേര് പറയുന്ന പേരിടുന്ന രംഗം വരുന്നുണ്ട്. നമുക്ക് തൽക്കാലം കുട്ടി ജനിച്ച് ഭൂമിയിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇന്ന് നിർത്തുകയാണ്. പിന്നീട് ഇനി ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടേ ആയിരിക്കും നമ്മൾ അതിൻ്റെ ബാക്കി വർണ്ണിലേക്ക് പോവുക. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ ഫാർ വി ഗോ ടുഡേ. അപ്പം അങ്ങനെ ഈ ലോകത്തിൻ്റെ മുഴുവൻ സംരക്ഷിക്കുന്നതാണ്. തന്നെയല്ല ഈ അദ്ദേഹത്തിന് കൃഷ്ണവർണ്ണത്തോടു കൂടിയതുമായ രൂപത്തെയും, കൃഷ്ണൻ എന്നുള്ളതിന് 2-3 അർത്ഥങ്ങൾ കൊടുക്കാറുണ്ട്. ഒന്ന് ആ വർണ്ണമാണ്, ശ്യാമവർണ്ണത്തിന് കൃഷ്ണവർണ്ണം എന്ന് പറയും. രണ്ടാമത് ഈ ആകർഷണമുള്ളതുകൊണ്ട് ഗർഗമുനിയാണ് ഈ പേര് കണ്ടുപിടിക്കുന്നത്. ആകർഷണമാണ്. ആകർഷണം എന്ന് പറഞ്ഞാൽ ആര് കണ്ടാലും അദ്ദേഹത്തെ ആകർഷിക്കും. തന്നെയുമല്ല നമ്മുടെ മനസ്സിലിരിക്കുന്ന ഏതാണ് തമോ ഗുണത്തെ, ആ തമോ ഗുണത്തെയും രജോ ഗുണത്തെയും നശിപ്പിക്കുവാനുള്ള കഴിവ് കൃഷ്ണനുണ്ട്. അങ്ങനെയാണ് കൃഷ്ണൻ എന്ന് പറയുന്ന പേര് ഗർഗമുനി കണ്ടുപിടിച്ചത്. ഒരുപാട് പേരുകൾ ആലോചിച്ച് കാണും. അവസാനം കൃഷ്ണന് കൊടുക്കാം. കാരണം നിറം കൊണ്ടും യോജിക്കും, ജനിച്ച സമയം കൊണ്ട് ഓർക്കുന്നുണ്ട്. അതേപോലെ തന്നെ മനുഷ്യരുടെ രജോ ഗുണങ്ങളെയും തമോ ഗുണങ്ങളെയും മാറ്റി സത്വഗുണം പ്രദാനം ചെയ്യുവാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ആകർഷണം എന്ന് പറയുമ്പോൾ അത് ശരീരം മാത്രമല്ല, നമ്മളിൽ അടങ്ങിയിരിക്കുന്ന തമോ ഗുണം രജോ ഗുണം കണ്ടുപിടിച്ച് അതിനെ ആകർഷിച്ച് നശിപ്പിക്കുന്നതിനുള്ള ശക്തിയുള്ളത് കൊണ്ടും അദ്ദേഹത്തെ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ വിളിക്കുന്നത്. അതാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആരെയും ആകർഷിക്കും. അതുപോലെ തന്നെ തമോ ഗുണത്തെ രജോ ഗുണം ഒരുപാടുണ്ട്. അതിനകത്ത് സൗകര്യം നിങ്ങൾ ഇത് എൻ്റെ ഒറിജിനൽ ഭാഗം എടുത്ത് വായിക്കുക. ഇപ്പോൾ വേണ്ട, ഒരു 10, 70, 80 വയസ്സായിട്ട് വായിച്ചാൽ മതി. അപ്പോൾ നോക്കാം. ബാല്യസ്പൃശാഹി വപുഷാദ തുഷാ വിഭൂതി ഉദ്യൽ കിരീടകടകങ്കരഹാരഭാസ ശംഖാരി വാരി ജഗദാപരിഭാസിതേന മേഘാസിതേന പരിലേസ്തുതികേ. അവിടെ സ്തുതിക എന്നുള്ളൊരു വേറൊരു അർത്ഥം കൂടി നമ്മൾ കൊടുക്കാൻ പറ്റും. നമുക്ക് ഈ സാധാരണ ഇല്ലമെന്ന അർത്ഥമുണ്ട് അതിന്. അപ്പോൾ ഇവിടെ അവരുടെ വീടിന് ഒരുപക്ഷെ ഇല്ലമെന്ന് തന്നെയായിരിക്കാം ഭട്ടതിരിപ്പാട് കൊടുത്ത പേര്. ആ വാക്ക് ഇതിനകത്തില്ല, മഹാഭാരതത്തിലില്ല. അദ്ദേഹം ഇല്ലം എന്ന പേര് കൊടുത്തതാണ്. ചിലപ്പോൾ ഇല്ലം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്പൂതിരിമാരുടെ, ബ്രാഹ്മണരുടെ അല്ലെങ്കിൽ അതിനേക്കാൾ ആയിട്ടുള്ള ഈ പൊതുവാൾമാർ അവരൊക്കെ ഇല്ലം നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഇല്ലം എന്ന് പറഞ്ഞാൽ അവരുടെ വീടുകൾക്ക് വീടെന്ന് പറയില്ല. നമ്പൂരിയുടെ വീട്ടിൽ ചെന്ന് നമ്മൾ ഇല്ലത്ത് പോയാൽ നമ്പൂരി വിളിച്ചുകൊണ്ടുവരിക എന്ന് പറയുള്ളൂ, അല്ലാണ്ട് വീട്ടിൽ പോയി വിളിക്കാൻ പറയില്ല. അപ്പോൾ നമ്പൂതിരിമാർക്കൊക്കെ ഇതിനും പ്രത്യേക ഭാഷയാണല്ലോ. അവരുടെ ആ അന്നത്തെ സാമൂഹ്യ പ്രാമാണിത്വം വെച്ചിട്ട് അവരുടെ ആ ഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ അഗ്രഹാരങ്ങൾ, പട്ടന്മാരായ ആളുകൾ ബ്രാഹ്മണർക്ക് അവരുടെ വീടെന്ന് പറയുന്ന അഗ്രഹാരം എന്നാണ് പറയുക അല്ലേ. അഗ്രഹാരത്തിൽ ആരും കുറിക്കുന്ന രോമാഞ്ചമാകാൻ കൊതിച്ചു പോയി എന്നൊക്കെ യേശുദാസ് പാടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അഗ്രഹാരം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇല്ലമെന്നൊക്കെ പറഞ്ഞാൽ ബ്രാഹ്മണർക്ക് മാത്രമുള്ള വീടുകളെയാണെന്ന് വിളിക്കുക. നമ്മുടെ വീടിനൊന്നും ആരും ഇല്ലെന്ന് വിളിക്കില്ല. ഇനി ആരെങ്കിലും ഈ ജാതിപ്പേര് പിന്നെ മാക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീടിന് ഇല്ലെന്ന് പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എനിക്കറിഞ്ഞൂടാ. ചിലപ്പോൾ ഉണ്ടാവുക ചില ആളുകൾ ബ്രാഹ്മണരെയൊന്നും തോൽപ്പിക്കും